സെക്കൻഡ് ഹാൻഡ് എന്ന പേരിൽ ഭൂട്ടാൻ വഴി ഇറക്കുമതി ചെയ്തിരിക്കാമെന്നും കസ്റ്റംസ് കരുതുന്നു. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഡോക്ടർ മനോജ് കുമാർ ബി, അദ്ദേഹം ഓട്ടോമൊബൈൽ രംഗത്തെ വിദഗ്ധനാണ്. സജിത് വി റിട്ടയർഡ് RTO ആണ്. രാകേഷ് കാർ ഡീലറാണ്. ശ്രീ സെന്തിൽ നായർ ഓട്ടോ ജേർണലിസ്റ്റാണ്. ശ്രീ മിഥുൻ വിജയകുമാർ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനാണ്. ആദ്യം ശ്രീ സജിത് വി, ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, കസ്റ്റംസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, 150-നും 200-നും ഇടയ്ക്ക് കാറുകൾ, ഈ തരത്തിലുള്ള കാറുകൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, സെക്കൻഡ് ഹാൻഡ് കാറുകൾ ഇറക്കുമതി ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഫേക്കായി രജിസ്റ്റർ ചെയ്ത, ഫേക്കായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തത് മുതൽ നികുതി വെട്ടിപ്പ് വരെ നിരവധിയായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെടുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി സ്വന്തമായിട്ട് അദ്ദേഹം വിദേശത്തിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കേരളത്തിലേക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ കുറേ റൂൾസുകളുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് അതിൻ്റെ കസ്റ്റംസ്, അതുപോലെ തന്നെ നികുതിഗതികൾ ഇറക്കുമതി പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 200% നികുതിയാണ് അത്തരം ഇത് വെച്ചിരിക്കുന്നത്. അത് തന്നെ ഈ വാഹനങ്ങൾ പോലുള്ള സംഗതികളൊക്കെ ഏതേത് തുറമുഖം വഴി ഇറക്കുമതി ചെയ്യാമെന്നുള്ളതിനൊക്കെ ഗവൺമെൻറ് ചില നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാ താരം അദ്ദേഹം വിദേശത്തിരിക്കും ജോലി ചെയ്യുമ്പോഴത്തേക്കും സമ്പാദിച്ച ആ വാഹനമാണെന്നുണ്ടെങ്കിൽ ഈ പ്രകാരം നിയമപ്രകാരം അനുവദിക്കുന്ന തരത്തിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കൊണ്ടുവരാമെങ്കിലും അത് തിരിച്ച് ഈ പറഞ്ഞത്രയും നികുതി അടച്ചതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ചില പ്രത്യേക സംഘങ്ങൾ, ആ സംഘങ്ങൾ ചേർന്നിട്ട് യഥാർത്ഥത്തിൽ അത് പുതിയ വണ്ടിയായിരിക്കാം, പക്ഷേ ഇത് യൂസ്ഡ് കാർ എന്നുള്ള രൂപത്തിൽ ആ യൂസ്ഡ് കാർ ആകുമ്പോഴത്തേക്കും അതിന് 15 വർഷത്തേക്കുള്ള നികുതിയൊക്കെ അടക്കണം. അപ്പോൾ അതിനകത്ത് 15 വർഷം എന്നുള്ളത് അതിനകത്ത് ചില റിലാക്സേഷൻ കിട്ടും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് 10 വർഷം പഴക്കമുള്ളതാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 വർഷത്തെ നികുതി അടച്ചാൽ മതി. പക്ഷേ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് വളരെ ഹൈ റേറ്റിലുള്ള ടാക്സ് ആണുള്ളത്. ആ ടാക്സിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ, ചില പ്രത്യേക ഏജൻറ്റുമാരായിട്ട് യൂസ്ഡ് കാർ വ്യാപാരികൾ അല്ലെങ്കിൽ അതിൻ്റെ ഡീലർമാർ അവരെ സമീപിക്കുകയും അത് പുതിയതുപോലെ രജിസ്റ്റർ ചെയ്ത് തരാമെന്നൊക്കെ വ്യാമോഹിപ്പിച്ചുകൊണ്ടാവാം ഇത്തരത്തിലുള്ള ഇതെടുത്ത് അതിനകത്ത് ഇവരൊക്കെ വളരെ ചതിയിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ വണ്ടികൾ അന്യ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത വണ്ടികളാണെങ്കിൽ അത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നിയമപ്രകാരമായിട്ട് കസ്റ്റംസ് വ്യക്തമാക്കിയ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇത് റെഗുലറൈസ് ചെയ്യാമോ, അതായത് വലിയ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ പറ്റില്ല. ഇത് അഡ്ജുഡിക്കേഷൻ നേരിടേണ്ടി വരും കസ്റ്റംസ് നിയമം അനുസരിച്ച് എന്ന് കൃത്യമായി കസ്റ്റംസ് പറയുന്നുണ്ട്. നിയമലംഘനം വളരെ ഓപ്പൺ ആയിട്ടുള്ള നിയമലംഘനം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഇത് നികുതി വെട്ടിച്ചു എന്ന മാത്രം പ്രശ്നമല്ല, നികുതി കൂടുതൽ അടച്ച് റെഗുലറൈസ് ചെയ്യുക എന്ന ഓപ്ഷൻ പോലുമില്ല. അതെ, ഇതിനകത്ത് ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അതായത് വണ്ടി കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് എടുക്കേണ്ടത് അതിൻ്റെ നിയമപ്രകാരമുള്ള ടാക്സ് അടക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ടാക്സ് അടക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ വന്നിരിക്കുന്നതായിട്ടാണ് കേട്ടതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് പരിവഹൻ സൈറ്റുണ്ട്. ആ പരിവഹൻ സൈറ്റിനകത്ത് ഓണറാണെങ്കിൽ ആ ഓണറെ കുറിച്ചുള്ള ഹിസ്റ്ററി കാണും, ടാക്സ് അടച്ചെങ്കിൽ ടാക്സിനെ കുറിച്ചുള്ള ഹിസ്റ്ററി കാണും. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കൊണ്ടുപോകണമെങ്കിൽ അതിന് ആ സംസ്ഥാനത്തിൻ്റെ അനുമതി അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ, അതിന് നമ്മൾ ക്ലിയറൻസ് എന്നാണ് പറയുന്നത്. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കണം. ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ വെബ്സൈറ്റായിട്ടുള്ള പരിവഹൻ സൈറ്റിൽ വരെ ചില കൃത്രിമങ്ങൾ നടത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇത് വളരെ വ്യാപകമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള നിയമലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അത് അഡ്രസ്സുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കേരളത്തിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ അത് അന്യ സംസ്ഥാനത്ത് പോയിട്ട് റേറ്റ് കുറക്കുന്നതിന് വേണ്ടി മുമ്പൊക്കെ പോണ്ടിച്ചേരിയിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു തട്ടിപ്പ് മാത്രമല്ല ഇത്, ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ, സെയില്, അതുപോലെ തന്നെ മണി ട്രാൻസാക്ഷൻ, GSTക്കകത്ത്
ഉള്ള തട്ടിപ്പുകൾ, അങ്ങനെ ദൂരവ്യാപകമായിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു. അതുപോലെ ഇതിനകത്തൊക്കെ പരിശോധിക്കേണ്ട അതോറിറ്റികൾ ആ ക്ലിയറൻസ് ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വണ്ടികൾ പരിശോധിക്കാതെ രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പരിവഹനകത്ത് തട്ടിപ്പ് നടത്തുകയും അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ക്ലിയറൻസ് കിട്ടിയാൽ പിന്നെ വണ്ടിയുടെ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പർ ശരിയാണോ എന്ന് മാത്രം എടുത്താൽ മതി. അത് തന്നെ പൊളിക്കാനുള്ള വണ്ടികളോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ വണ്ടികളോ അല്ലെങ്കിൽ ടൈം കഴിഞ്ഞ വണ്ടികളോ അങ്ങനെ പല തരത്തിൽ പല അതോറിറ്റികളെ ചീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാകുന്നത്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ആഴത്തിലുള്ള തട്ടിപ്പാണ് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം.